ഞാൻ നോക്കിയിട്ടൊരു കുഴപ്പവും കാണുന്നില്ല. സാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ സംഭവിക്കാറില്ല സാധാരണ. അതെ, ഇനി വല്ല പ്രേതബാധ ഉണ്ടോ സാറേ? എന്ത് പ്രേതബാധ? താൻ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പിന്നെന്താ സാർ ശ്രമിക്കുമ്പോൾ അത് സ്റ്റാർട്ടാവാത്തത്? അത് എനിക്ക് എങ്ങനെ അറിയാം? എന്നാ സാർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ശരിയായിട്ടുണ്ടെങ്കിലോ? ഇതാ ഞാൻ പറഞ്ഞ ഈ കാറിന് എന്താ കുഴപ്പമുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ കാർ ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല, വിറ്റ് കളഞ്ഞേക്കാം. നല്ല വണ്ടിയാ സാറേ. എടോ, ഓടിക്കാൻ പറ്റിയില്ലേ പിന്നെ വണ്ടി ഉണ്ടായിട്ടെന്താ കാര്യം? അതും ശരിയാ. എന്തുപറ്റി സാറേ? ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. സാർ ഒന്ന് വിട്ടെ, ഞാൻ നോക്കട്ടെ. തുറന്നാലോ? ഞാൻ എത്ര ശ്രമിച്ചിട്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഈ വണ്ടി വെച്ചോണ്ടിരിക്കുന്നത് അർത്ഥമില്ല. വിറ്റേക്ക്, കിട്ടുന്ന വിലക്ക് വിറ്റേക്ക്. നല്ലൊരു വില ഞാൻ വാങ്ങിത്തരാം സാറേ. സാർ സമാധാനമായിട്ട് പോ. ചെല്ലി ചെല്ലി സാറേ. ഞാൻ വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ ചെന്ന് പറയണോ ചേച്ചി? പലതവണ അവരോട് ഇത് പറഞ്ഞതല്ലേ, പല തരത്തില്. എന്നിട്ട് ഇതുവരെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വേറെ എന്ത് ചെയ്യും നമ്മള്? നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ലല്ലോ പ്രിയെ. അതൊക്കെ കിട്ടും ചേച്ചി. ചേച്ചി നിരാശപ്പെടാതിരിക്കെ. ഞാനൊരു അഭിപ്രായം പറയട്ടെ. സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതിന് പകരം ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ അടുത്ത് എന്ന് പറഞ്ഞാലോ? അങ്ങനെ ചെയ്താ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് ഞാനും ആലോചിച്ചതാ പ്രിയ. പക്ഷെ അയാൾ അന്വേഷിക്കുന്ന റൂബിയുടെയും നടേശന്റെയും കൊലപാതക കേസുകളല്ലേ? ആ കേസിലെ പ്രതിയാണല്ലോ ഈ കേസിലെയും പ്രതി. അതുകൊണ്ട് പറയുന്നതിൽ തെറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ അങ്ങനെ ചെയ്യാല്ലേ? പക്ഷെ തെളിവുകൾ എന്താണെന്ന് ചോദിച്ചാലാ കൊടുങ്ങ. എന്തു പറയും? തെളിവൊക്കെ കണ്ടുപിടിക്കേണ്ടത് അവരല്ലേ ചേച്ചി. നമ്മൾ നമ്മുടെ സംശയം പറയുന്നു, ബാക്കിയൊക്കെ ചെയ്യേണ്ടത് അവരല്ലേ. നിനക്കെന്താ തോന്നുന്നത്? ശരത്തിന് ഇങ്ങോട്ട് തിരിച്ചു വരുമോ, അതോ ആ വഴിക്ക് അങ്ങ് പോവോ? തിരിച്ചു വരും ചേച്ചി. ശരത്തിനൊരിക്കലും ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് കാരണം ചേച്ചിയാ. ഞാനോ? അതെ, അവൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനം ചേച്ചിയെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. നടന്നത് തന്നെ. ഇത്രയും ബുദ്ധിമാനായ അവന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇത്രയും ക്രൈമുകളൊക്കെ ചെയ്യാൻ പറ്റിയ അവന് എന്തുകൊണ്ടാ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാവാതെ പോകുന്നത്? അതാ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടാത്തത്. മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല ചേച്ചി. ആഗ്രഹം ബുദ്ധിയെ മറയ്ക്കുമെന്ന് ചേച്ചി കേട്ടിട്ടില്ലേ? അങ്ങനെ സംഭവിക്കുന്നതാ. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടലുകളുണ്ട്. അവനതുമായിട്ട് മുന്നോട്ട് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് പോ. നീ പറഞ്ഞ പോലെ ആദ്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ, അതിനുശേഷം മതി വേറെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു.